Welcome back to yet another episode of Over a Cup of Tea. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് RJ സുദേവ്. ആൻഡ് സുദേവിന്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻദാസ് കോളേജിൽ നിന്ന് പഠിച്ച എഞ്ചിനീയറിംഗ് മറന്നിട്ട് റേഡിയോ ജോക്കി ആയ ഒരു ലൈഫാണ്. സോ എന്തായിരുന്നു ആ ഒരു ചേഞ്ച് ഓവർ? ബിക്കോസ് ഇടയ്ക്ക് യു ആർ വർക്കിംഗ് ഇൻ എ കമ്പനി ഓൾസോ. സോ ആ ചേഞ്ച് ഓവറിന്റെ റീസൺ എന്തായിരുന്നു? ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗാണ്, വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോ അങ്ങനെ നടന്ന ഒരു കാര്യമാണ്. ഞാൻ റേഡിയോ കേട്ടു തുടങ്ങുന്ന സ്കൂൾ സമയത്താണ്. സ്കൂളിൽ ബസ്സിൽ പോകുമ്പോഴാണ് റേഡിയോ കേട്ടു തുടങ്ങുന്നത്. അപ്പൊ ഒരു കൗതുകമുണ്ട്. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഗുഡ്, ഇറ്റ് സീംസ് ടു ബി ഗുഡ്. ആൾക്കാർ സംസാരിക്കുന്നു, ദേ ആർ ഫണി, ദേ ആർ എന്റർടൈനിങ്. അപ്പോ മനസ്സിലൊരു ആഗ്രഹം, ഒരു മോഹം തോന്നുന്നു, ഒരു RJ ആയാൽ കൊള്ളാം. അങ്ങനെ വീട്ടുകാർ പറഞ്ഞു, ഓക്കെ ഫൈൻ, ഒരു കാര്യം ചെയ്ത് എഞ്ചിനീയറിംഗ് ചെയ്യും. എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് എന്ത് വേണോ ചെയ്തോ, ആ ഒരു ഇതിലായിരുന്നു. 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചു. 4 വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും അവിടെ ഓരോ ഫെസ്റ്റ് വരുമ്പോ ഒരു കോമ്പറ്റീഷൻ ഐറ്റം ഉണ്ട്, RJ ഹണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു RJ ആകാൻ കഴിവുണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ 4 വർഷം അതിന് പോയി. ഒരു വർഷം പോലും ഞാൻ ആ ടൈറ്റിൽ വിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇയർ പ്രിലിംസിൽ ഔട്ടായി, സെക്കൻഡ് ഇയർ തേർഡ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടി. ഫൈനൽ ഇയർ വീണ്ടും പ്രിലിംസിൽ ഔട്ടായി. അപ്പോ ഇങ്ങനെ അതിനുശേഷം ജോലിക്ക് കയറി. ഒരു കമ്പനിയില്, ഒരു IT കമ്പനിയിലായിരുന്നു. ഭയങ്കര മണ്ടീൻ ആയിട്ടുള്ള ഒരു റുട്ടീൻ ആയിരുന്നു. രാവിലെ എണീക്കുന്നു, എന്തിനാ എണീക്കുന്നത്, എന്തിനാ ജോലിക്ക് പോകുന്നത്, എന്താ ചെയ്യുന്നത്, ഈ 3 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവില്ല എന്റെ. പക്ഷെ എന്നും എണീക്കുന്നു, പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയായിരുന്നു. ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് എന്റെ ടീംമേറ്റ്, എന്റെ അടുത്തിരിക്കുന്ന ഒരു ടീംമേറ്റ് പറഞ്ഞു, എടാ ക്ലബ് FM RJ ഹണ്ട് വരുന്നുണ്ട്, വൈ ഡോണ്ട് യു ഗോ ഫോർ ഇറ്റ്? അപ്പൊ ഞാൻ മനസ്സിൽ ആലോചിക്കുന്നു, അതിന് ഈ ചേച്ചിക്ക് എന്റെ കോളേജിലെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ കോളേജിൽ RJ ഹണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. ഓൾ ഓഫ് എ സഡൻ, ഔട്ട് ഓഫ് ബ്ലൂ. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ചിലപ്പോ ദൈവമായിരിക്കും പറയിപ്പിച്ചത്. അപ്പൊ അപ്പോഴേ ഞാൻ മടിച്ചു. ചേച്ചി കൊച്ചിയിലല്ലേ, വേണ്ട, എനിക്ക് അവിടെ വരെ ട്രാവൽ ചെയ്യണം. ചേച്ചി പറഞ്ഞു, ചുമ്മാ പോയിട്ട് വാ, രാത്രി ട്രെയിൻ കയറുക, രാവിലെ എത്തും, ഓഡീഷൻ ചെയ്യുക, തിരിച്ചു വാ, നെക്സ്റ്റ് ഡേ ഓഫീസിൽ വാ, ഫ്രഷ്. ഓക്കെ ഫൈൻ. ആ ഒരു ആളുടെ കമ്പലിംഗ് കാരണമാണ് ഞാൻ ഓഡീഷന് പോയത്. വളരെ ഫോർച്ചുനേറ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ ഓഡീഷൻ ക്ലിയർ ചെയ്യാൻ പറ്റി. 850 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓൾ ഓവർ കേരള നടന്ന ഒരു ഓഡീഷനിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ കയറാൻ പറ്റി. 11 ആൾക്കാരെ അവർ സെലക്ട് ചെയ്തു. അതിലൊരാളാകാൻ പറ്റി. ഇതെല്ലാം പറയുമ്പോൾ there's one thing, that you should understand. Destiny is there. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പൊതുവെ ഒരു മീഡിയ ഫീൽഡിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വീട്ടുകാരുടെ ഏറ്റവും വലിയ എതിർപ്പുള്ള ഒരു കാര്യമായിരിക്കും. ഇവിടെ ഒരു ജോലി വിട്ടിട്ട് റേഡിയോ ജോക്ക് ആവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വീട്ടിൽ എന്താ ഉണ്ടായതെന്നുള്ളത് അറിയാൻ എന്തായാലും കുറെ അധികം ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. ആദ്യം അച്ഛൻ ചോദിച്ചത്, നീ ആരോട് ചോദിച്ചിട്ട് ഓഡീഷന് പോയത്? കാരണം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓഡീഷന് പോയതും ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോ ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഭയങ്കരമായിട്ട് വയലന്റ് ആയി. എന്തിനാ നീ ഇങ്ങനെ പോയ, ഇത് ചെയ്ത്, ഓൾറെഡി ഒരു IT ജോലി ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ്? ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമുള്ള ഒരു ജോലിയാണ്. 4 വർഷം നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചു, എതിർത്തില്ല. വിഷമം ഉണ്ടായിരുന്നു, എന്നാലും പഠിച്ചു. ഇനി ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്തോട്ടെ. എന്നിട്ട് അമ്മേന്റെ അടുത്ത് ഇടയ്ക്ക് ഓഡീഷന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെലക്ട് ആയപ്പോ ഞാൻ സൂചന കൊടുത്തു, ഞാനിങ്ങനെ പോയിരുന്നു എന്ന്. അപ്പൊ അമ്മ അത് ആദ്യം കണക്കിലാക്കിയില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോ, കിട്ടിയെന്ന് അറിഞ്ഞപ്പോ കാര്യങ്ങൾ സീരിയസ് ആണ്, ഇവൻ തമാശ പറയല്ല, ഇവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ടോ നമുക്ക് മനസ്സിലായി. അപ്പൊ അമ്മയും ആദ്യം ഒത്തിരി ഇതായിരുന്നു, വേണോ, ശരിയാവോ, നമുക്ക് UPSC ഒക്കെ എഴുതിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞല്ല, എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്, ഞാൻ ചെയ്തോട്ടെ. കാരണം ദൈവം തന്നൊരു കഴിവ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു ചെറിയ കഴിവുണ്ട്, കുറച്ച് ആൾക്കാർ പറഞ്ഞു ചെയ്തതാണ്. അപ്പൊ ആ ഒരു കഴിവ് ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തോട്ടെ, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞാൻ കാരണം എന്തെങ്കിലും സന്തോഷം കിട്ടുകയാണെങ്കിൽ ചെയ്തോട്ടെ. കാരണം എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വീട്ടിൽ ഇപ്പോഴും കംപ്ലീറ്റ് സപ്പോർട്ട് ആണോ എന്ന് ചോദിച്ചാൽ 100% സപ്പോർട്ടഡ് അല്ല. അവർ 100% ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും ശരി, നിനക്ക് ഇഷ്ടമുള്ളതല്ലേ, ചെയ്തോ എന്നുള്ളൊരു ഇതുണ്ട്. ഈ പാഷൻ ഫോളോ ചെയ്ത് ജോലി വിട്ട് റേഡിയോ ജോക്കായി, അവിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളും നമ്മളെ പല രീതിയിൽ എഫക്ട് ചെയ്യും. അങ്ങനെ മറക്കാനാവാത്ത സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാകാത്ത സംഭവം, ഇതുവരെ ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഇതുവരെ നടന്നിട്ടുള്ളത്. അതിലൊരെണ്ണം, രാത്രി ഞാൻ ലേറ്റ് നൈറ്റ് ഷോ ആണ് ചെയ്യുന്നത്. നൈറ്റ് 10 to 1 ആണ് ഷോ ചെയ്യുന്നത്. ഈ ഒരു കോവിഡ് സമയത്ത് കുറച്ച് നാളത്തേക്ക് ആ ഷോ മാറ്റി വെച്ചിരിക്കുകയാണ്. ബട്ട് നോർമലി എന്റെ ടൈം ബാൻഡ് എന്ന് വെച്ചാൽ 10 to 1 ആണ്. രാത്രി ട്രിവാൻഡ്രത്ത് 10 to 1 എന്ന് പറയുമ്പോൾ ക്ലബ് FM RJ സുദേവ് വരും. അങ്ങനെ ഒരു ഐഡന്റിറ്റി ആണ് എനിക്ക്.
രാത്രി ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോ കഴിയാറായി. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഐ ഹാഡ് എ വെരി റഫ് ഡേ ടുഡേ. ഐ വാസ് വെരി സാഡ്, വെരി ഡിപ്രസ്ഡ്. വളരെ ഹോപ്പ്ലെസ് ആയിട്ടാണ് റേഡിയോ ട്യൂൺ ചെയ്തത്. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ലിസ്ണിംഗ് ടു യു, ഇറ്റ് ഐ ഡോണ്ട് നോ ഹൗ ബട്ട് സംഹൗ ഇറ്റ് ചേഞ്ച്ഡ് മൈ പെർസ്പെക്ടീവ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയി. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മാറുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ സ്വന്തമായിട്ട് അത് ആലോചിക്കുന്നു, കാരണം ഞാൻ എന്നെ കളിയാക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ വലിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഈ പുള്ളിക്ക് ഇത്ര ഒരു ഇത് തോന്നാൻ. ഐ വാസ് ലൈക്ക്, ഓ താങ്ക് യു സോ മച്ച്, ഇറ്റ് റിയലി മീൻസ് എ ലോട്ട്. പുള്ളി പറഞ്ഞു നോ, കാരണം ഭയങ്കരമായിട്ട് എന്റെ ഡേന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചില്ല, കാരണം ഒരാളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യം ഇതായിരുന്നു, വളരെയധികം വിഷമിച്ചിരുന്ന ഒരു സമയമായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ സമയത്ത് റേഡിയോ ട്യൂൺ ചെയ്യുന്നത്. പക്ഷെ ഇനി തൊട്ട് എന്നും ഈ സമയത്ത് ഞാൻ എന്നും റേഡിയോ ട്യൂൺ ചെയ്യും എന്നുള്ളൊരു കാര്യം എന്റെ അടുത്ത് പറയുന്നു. And I was like, oh my God, that's a very big moment for me. When you look at your batchmates, ഇപ്പോൾ മോഹൻദാസ് കോളേജിൽ പഠിച്ച ബാച്ച്മേറ്റ്സ് ആയാലും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരായാലും, അവർക്ക് how do they approach you, or how do you look at the fact that they are all employed in the field what they studied and you're working somewhere else? They are very happy. First of all, they are very happy and they are very proud. ഓരോ ഫ്രണ്ട്, ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലൂടെ പോവുകയാണെങ്കിൽ അവർ പറയാനടാ ദിസ് ഇസ് സുദേവ്, ഇതിന് ആർജയാണ്. അപ്പോ എന്നെക്കാളും സന്തോഷം അവരുടെ കണ്ണുകളിലും അവരുടെ ശബ്ദത്തിലും ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ അവരും ആഗ്രഹിച്ചിട്ടുണ്ട് എവിടെയോ, ഈ 4 വർഷം എന്റെ കൂടെ പഠിച്ച ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവന് ഇഷ്ടമുള്ള സ്ഥലത്ത് എത്തണമെന്ന്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എനിക്ക് എന്റെ കൂടെ പഠിച്ച ആൾക്കാർ, എന്റെ ഫുൾ ബാച്ച്മേറ്റ്സ് നോക്കുകയാണെങ്കിൽ, ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ വീട് വിട്ട് ഇങ്ങോട്ട് വരുമ്പോ വീട് മിസ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം എല്ലാവരുടെ ലൈഫിലുണ്ടല്ലോ. ഞാൻ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല, കാരണം എന്റെ ബാച്ച്മേറ്റ്സ് ആയിരുന്നു എന്റെ വീട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ തിരിച്ച് എന്റെ വീട്ടിൽ പോയിട്ടില്ല, കാരണം ഇതിനേക്കാളും നല്ലൊരു വീട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോ ഇവര് വന്ന് സംസാരിക്കുമ്പോഴും, എടാ നിന്റെ ജോലി എങ്ങനെയുണ്ട് ചോദിക്കും. എന്നിട്ട് ഇവർ പറയും, നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു ജോലി കിട്ടാൻ. കാരണം ഞാൻ എന്റെ ഡെയിലി ലൈഫിനെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയും, എടാ നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നമേ കാണാൻ പറ്റുള്ളൂ. ലൈക്ക് അവർക്ക് ഓൾറെഡി രാവിലെ എണീക്കണം, ലാപ്ടോപ്പ് തുറക്കണം, ലോഗിൻ ചെയ്യണം, കോൾ മീറ്റിംഗ് എല്ലാം ഷെഡ്യൂൾഡ് ആണ്. അപ്പോ അവര് ഫ്രീ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പാട്ട് കേൾക്കുന്നതും സിനിമ കാണുന്നതും സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതും അവര് ഫ്രീ ടൈമിലാണ് ചെയ്യുന്നത്. പക്ഷെ അതാണ് എന്റെ ജോലി. അതുകൊണ്ട് അതൊരു ജോലിയല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ഇറ്റ്സ് നോട്ട് എ ജോബ്. The most memorable moment എന്നുള്ള ആ ഇതിൽ യു ഹാഡ് എക്സ്പ്ലെയിൻഡ് ഒരാള് അങ്ങനെ പറയുന്നതും ആ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതും. ബട്ട് എപ്പോഴും ചോദ്യമുള്ളത്, അതായത് ഞാനും ആർജയിങ് തുടങ്ങിയ സമയത്ത് എന്റെ വീട്ടിൽ വന്നൊരു ചോദ്യമാണ്, നീ ഇപ്പൊ ആർജയാണ്, നാളെ എന്താവും? അങ്ങനെ എന്തെങ്കിലും വിഷൻ ഉണ്ടോ? ചോദ്യം വരുന്നുണ്ട്, സ്ഥിരം വരുന്നുണ്ട്. ഏത് റിലേറ്റീവിനെ വിളിച്ചാലും അവർ ചോദിക്കുന്നത്, ശരി ഇപ്പൊ ഇത്, നാളെ എന്ത്? സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തൊന്നും പ്ലാൻഡ് ആയിട്ട് നടന്നിട്ടില്ല. ഞാൻ 12th കഴിഞ്ഞപ്പോ പ്ലാൻ ചെയ്തത് ക്രിമിനൽ സൈക്കോളജി പഠിക്കണം, ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആകണം. ആ രീതിയിൽ ചിന്തിച്ച് ഞാൻ ആ സമയത്ത് CID എന്ന് പറഞ്ഞൊരു ഷോ വരുമായിരുന്നു. ആ ഷോ കണ്ട് ഭയങ്കരമായിട്ട് അതായിരുന്നു. അപ്പൊ സൈക്കോളജി പഠിക്കണം, ക്രിമിനൽ സൈക്കോളജി, കുരുട്ട് ബുദ്ധി ഉണ്ട് പണ്ട് തൊട്ടേ. അപ്പൊ ഒരിത് അത് നടന്നില്ല. വീട്ടുകാർ പറഞ്ഞു എഞ്ചിനീയറിംഗ് പഠിക്കും. പക്ഷെ അവര് പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എതിർത്തില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് അവർ പറയുന്നത്. ഇത്രയും വർഷത്തെ ഒരു ജീവിതം ജീവിച്ചിട്ടുണ്ട് അവർ. ഞാൻ പറയും ശരി, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാം. എഞ്ചിനീയറിംഗ് പഠിച്ച് ഫൈനൽ ഇയർ ആവാറായപ്പോ എന്റെ മനസ്സിലൊരു പ്ലാൻ ആയിരുന്നു, ഒന്നെങ്കിൽ ഡിഫൻസ് സർവീസ് എക്സാം എഴുതിയിട്ട് ആർമി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ പോവാം, 2 വർഷം ജോലി ചെയ്യാൻ, MBA ചെയ്യാം, കോർപ്പറേറ്റിൽ വലിയ പൊസിഷനിലോട്ട് പോവാം, മാനേജർ ആവാം, മുകളിലോട്ട് പോവാം, വൈസ് പ്രസിഡന്റ്, സോ ഓൺ. ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോ 6th സെമസ്റ്ററിൽ വന്ന ഒരു സപ്ലി എക്സാം കാരണം ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയ കമ്പനി ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവര് പറഞ്ഞു വരണ്ട, എക്സാം ക്ലിയർ ചെയ്തിട്ട് വരാൻ. അങ്ങനെ എക്സാം എഴുതുന്നതിന് മുമ്പേ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ചെറിയൊരു പുച്ഛഭാവം കൂടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റും, റെസ്പെക്ട് വീണ്ടെടുക്കണം. അങ്ങനെ ഞാൻ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂവിന് പോയി. അങ്ങനെയാണ് ആ കമ്പനി കയറിയത്. അവിടെ ഞാൻ വിചാരിച്ചത് അവിടെ ബിസിനസ് അനലിസ്റ്റ് എന്ന പോസ്റ്റ് ആയിരുന്നു. ബിസിനസ് അനലിസ്റ്റ് ആയി ഇതിൽ നിന്ന് വളർന്ന് വേറെ ലെവലിലോട്ട് ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് എന്റെ പ്ലാനിങ് ആണ്. ഇതെല്ലാം ഒന്നും നടന്നില്ല. ഒരൊറ്റ പ്ലാൻ പോലും എന്റെ ലൈഫിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല, ഒരു പ്ലാൻ പോലും. അതുകൊണ്ട്
ഞാൻ ഇനി പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു പേടിയാണ് എന്റെ മനസ്സിൽ. ഇതിൽ ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ തകർന്നു പോയി ഞാൻ. So it's like let it flow, just let it flow. Okay, now coming to the kind of songs you play, the kind of music, especially on the night show, very mellow. സുദേവ് എന്ന വ്യക്തി അതാണോ, അതോ ഡൽഹിയിലെ ടിപ്പിക്കൽ ഡൽഹി ലിംഗോയില് തുടങ്ങുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് അറിയാവുന്ന ആ ഒരു ലെവലിലുള്ള ഒരു സുദേവ് ആണോ ശരിക്കും ഒറിജിനൽ സുദേവ്? ഒറിജിനൽ സുദേവ് ഒരു മിസ്റ്ററി ബോക്സ് ആണ്. അതൊരു പല ലെയർ ഉള്ള ഒരു കാര്യമാണ്. ഓരോ ആൾക്കാർ ഓരോ ലെയറിൽ അടുത്ത് തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആദ്യം കാണുന്ന ആൾക്ക് സുദേവിന് ഒരു പേഴ്സണാലിറ്റി, കുറച്ചറിയുമ്പോൾ സുദേവ് വേറെ ഒരാള്. അപ്പോ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ അടുപ്പം കൂടുന്തോറും എന്റെ വൾനറബിൾ ആയിട്ടുള്ള, വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റാരും കാണാൻ അല്ലെങ്കിൽ കണ്ടാൽ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്ന് പേടി തോന്നുന്ന, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു പേഴ്സൺ ഉണ്ടോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. പയ്യെ അത് തുറക്കും. സുദേവ് എല്ലാമാണ്. ചുറ്റും കാണുന്ന ഏത് ഒരു വ്യക്തി എടുത്താലും അവരുടെ ഒരു അംശം സുദേവിലുണ്ടാവും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ കോളേജില് പല രീതിയിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നല്ലത് എന്താണെന്ന് മനസ്സിലാക്കി അത് ഇങ്ങനെ എടുക്കാൻ നോക്കും. ചീത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൂരെ വെക്കും. കാരണം ഓൾറെഡി എന്റെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടല്ലോ, അത് മാനേജ് ചെയ്യാൻ തന്നെ എനിക്ക് പാടാണ്. ഇനി മറ്റൊരാളുടെ നെഗറ്റീവ് കൂടെ എടുത്തു വെക്കാൻ പറ്റും. സോ പല ആൾക്കാരുടെ ഒരു അംശമുണ്ട്. വീട്ടുകാരുടെ അംശമുണ്ട്, കൂട്ടുകാരുടെ അംശമുണ്ട്, ടീച്ചേഴ്സിന്റെ അംശമുണ്ട്. ഇപ്പൊ സാറിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ സാറിന്റെ ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് എന്റെ വരും. കാരണം ഞാൻ വിചാരിക്കുന്നത് നല്ലതെന്തും എടുത്തു വെക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ആ ഒരു ഇതാണ്. കോളേജ് കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാവുന്ന കുറേയധികം നല്ല ഓർമ്മകൾ ഉണ്ടാവും. മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്സ് ഇൻ യുവർ കോളേജ് പ്ലസ് കോളേജിൽ ഉണ്ടായ പ്രണയങ്ങൾ അല്ലെങ്കിൽ പ്രണയം. മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് എന്ന് പറയാനാണെങ്കിൽ ഒരു കഥ പറഞ്ഞുതരാം. ഞാൻ ഡൽഹിയിൽ വളർന്നു എന്നാണ് പറയുന്നത്. ഞാൻ നാട്ടിലോട്ട് വന്ന സമയത്ത് എന്റെ തൊട്ട് സീനിയറായ, അതായത് ഡൽഹിയിൽ തന്നെ പഠിച്ച എന്നെക്കാൾ ഒരു വയസ്സ് മൂത്ത ഒരാളും തൃശ്ശൂർ ഒരു കോളേജിൽ പഠിച്ചു, എഞ്ചിനീയറിംഗ് തന്നെ. ആ പുള്ളി പാസ് ഔട്ട് ആയപ്പോൾ പുള്ളിയുടെ കോളേജിൽ നിന്ന് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്ന അവാർഡിന് വേണ്ടി ഒരു ഡയമണ്ട് റിംഗ് കൊടുത്തു. അപ്പൊ ഞാൻ എന്റെ ബാച്ചിൽ പാസ് ഔട്ട് ആയപ്പോൾ ഞാനും ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണ് ചോദിക്കരുത്, ആ സമയത്ത് വേറെ ലെവലായിരുന്നു കാര്യങ്ങളൊക്കെ. കാരണം കോളേജ് ഇസ് എ വെരി ഡിഫറെന്റ് തിങ്, റൈറ്റ്? ഭയങ്കര ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ ആ ഒരു സ്കില്ലേ ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനെ ആയപ്പോ എനിക്ക് കിട്ടിയ പുസ്തകം, 2 പുസ്തകങ്ങളാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ അമ്മ എന്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ അവന് കിട്ടിയത് ഡയമണ്ട് റിംഗും നിനക്ക് 2 പുസ്തകമേ കിട്ടിയോളൂ എന്നാണ്. പിന്നെ അമ്മേന്റെ അടുത്ത് പറഞ്ഞാണ്, അവന് കൊടുത്ത ഡയമണ്ട് റിംഗ് ആ കോളേജിലെ ഒരാളാണ്. എനിക്ക് 2 പുസ്തകം തന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗായകനായ യേശുദാസ് സാറാണ്. അപ്പോ അമ്മ പറഞ്ഞു, യേശുദാസ് ആണോ നിനക്ക് പുസ്തകം തന്നെ? ഞാൻ പറഞ്ഞാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ഭക്തൻ ദൈവത്തിന്റെ മുമ്പ് ചെന്ന് നിൽക്കുമ്പോൾ അവന് തോന്നുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതാണ് ഞാൻ അവിടെ അനുഭവിച്ചത്. എന്റെ തൊട്ട് മുമ്പേ ഇരിക്കുകയാണ് യേശുദാസ് സാർ, തൊട്ട് പുറകെ. ഞാൻ ഇങ്ങനെ ഒരു ഫാൻ ബോയെ പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം പാട്ടുകൾ കേൾക്കുന്നുണ്ട്, ഇന്റർവ്യൂസ് കാണുന്നുണ്ട്. യേശുദാസ് എന്ന കലാകാരൻ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പാട്ട് കേൾക്കാത്തൊരു ദിവസമില്ല, ഒരു വരി പാട്ട് മൂളാത്തൊരു ദിവസമില്ല. ഏതെങ്കിലും ഒരു പാട്ട് ഒരു വരിയെങ്കിലും മൂടിയിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഞാൻ ദൈവതുല്യൻ ആയിട്ട് കാണുന്ന ഒരു വ്യക്തി മുമ്പ് വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു അനുഭൂതി ഉണ്ട്. അതാണ് എന്റെ കോളേജിലെ ഏറ്റവും മെമ്മറബിൾ മൊമെന്റ്. അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ കോളേജിലുണ്ടായ പ്രണയങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കോളേജിൽ അങ്ങനെ പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ കോളേജിൽ കയറിയ സമയത്ത് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ ഇപ്പോ ലൈക്ക് നോട്ട് ഇൻ റിലേഷൻഷിപ്പ്, സിംഗിൾ, എൻജോയിങ് ദാറ്റ് സിംഗിൾ ലൈഫ് എന്നും പറഞ്ഞ് തേപ്പൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം കുറെ ആൾക്കാർ പറയാം നമ്മള് ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ വാട്ട് ഓൾ ക്യാരക്ടറിസ്റ്റിക്സ് യു സെഡ്, അതായത് ഡിഫൻസിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, ഞാൻ NDA ക്ലിയർ ചെയ്ത വ്യക്തിയാണ്. സൈക്കോളജി എന്ന് പറയുന്നു, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. RJ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കമ്മിങ് ടു അനദർ ആസ്പെക്ട് ഓഫ് RJ, പലപ്പോഴും നമുക്ക് നല്ലതും ചീത്തയും പറയേണ്ടി വരും. ചില സമയങ്ങളിൽ നമുക്ക് വളരെ മോശപ്പെട്ട ഇൻഫർമേഷനും പാസ് ഓൺ ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ മൈ ജോബ് ലൈഫ്. ഒരു 14 വർഷം നീണ്ടു നിന്ന കാലം മുഴുവനും ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവനും നല്ലതും ചീത്തയും രണ്ടും പറയാൻ നമുക്ക് പ്രാപ്തരായിരിക്കണം. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വി ബ്രേക്ക് ഡൗൺ. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ, ചെറിയൊരു കാലമാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരാൻ സാധ്യത കൂടുതലാണ് റേഡിയോയിൽ.
ഈ ഒരു സമയത്താണ്, ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലാണ്. പക്ഷെ കഴിവതും ഞാൻ ഷോ ചെയ്യാൻ കയറുമ്പോൾ 4 മണിക്കൂർ എന്നെ കേൾക്കുന്ന ആൾക്കാർ ഒരു രീതിയിലും ഡെസ്പ് ആവരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റും വരുന്ന വാർത്തകൾ, കാഴ്ചകൾ എല്ലാം അപ്സെറ്റിംഗ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സിറ്റുവേഷൻസ് അങ്ങനെയാണ്, ഹെൽപ്ലെസ് ആണ് നമ്മൾ. പക്ഷെ ആ സമയത്തും ഞാൻ വന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്നെ കേൾക്കുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരി കിട്ടിയാലും മതി. ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ ഞാൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇന്നത്തെ രോഗികളുടെ കണക്ക് പറയേണ്ടത് എന്നുള്ളൊരു ഇത്, വിച്ച് ഇസ് വെരി ഹാർഡ് ഫോർ മീ. കാരണം ഓരോ ദിവസം കണക്ക് കാണുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു നെഞ്ചിടിപ്പാണ്. അയ്യോ, കൂടുതലാണെങ്കിലോ, ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ കുറെ പേടി മനസ്സിൽ വരും. പക്ഷെ ആ സമയത്ത് നല്ലൊരു കാര്യം, ഞാൻ എന്റെ കമ്പനിയോട് താങ്ക് യു പറയുന്നു ആദ്യം തന്നെ. പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നുണ്ട്. എത്ര പേര് കോവിഡിനെ തോൽപ്പിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നുണ്ട്. മാതൃഭൂമിയിൽ ഇപ്പൊ ആ ഒരു കാര്യം കൂടെ എത്രയക്കം ആൾക്കാർ തോൽപ്പിച്ചു എന്ന് വരുന്നുണ്ട്. അങ്ങനെ ആ ന്യൂസ് അതിനെ എടുക്കും, ഇത്രയും ആൾക്കാരാണ് എന്ത് കോവിഡിനെ തോൽപ്പിച്ചത് എന്ന് ഞാൻ പറയുകയും ചെയ്യും. നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ, ചുറ്റും കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളെ അപ്സെറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വന്നത് ചെറിയ സന്തോഷം തരുന്ന ഒരു കാര്യം. പൊതുവെ ആർക്കും തോൽക്കാൻ ഇഷ്ടമില്ല, പക്ഷെ ജയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതിൽ ഒരാളുടെ തോൽവി കുറച്ചധികം ആൾക്കാരുടെ ജയവും നടന്നിട്ടുണ്ട്. തോൽവി നമ്മളെല്ലാരും വെറുക്കുന്ന കോവിഡിന്റെ, ജയം നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആൾക്കാരുടെ. ഇത്രയും ആൾക്കാർ ഇന്ന് കോവിഡിനെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. കേൾക്കുമ്പോൾ അവർക്ക് ഫൈൻ, ഒരു ഹോപ്പ് കൊടുക്കുവാണ്. ഓക്കെ, ഇന്ന് ഇത്രയും പേര് ചെയ്തു, നാളെ ഇനിയും കൂടും, എണ്ണം കൂടി വരും. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോപ്പ് കൊടുക്കാന്നാണ്. ഇതുവരെ വളരെയധികം സാഡനിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാനുള്ളൊരു ചാൻസ് വന്നിട്ടില്ല. വരികയാണെങ്കിൽ എന്തായാലും ആസ് എ പാർട്ട് ഓഫ് ജോബ് ഐ ഹാവ് ടു ഡു ഇറ്റ്. യു കാന്റ് റൺ അവേ ഫ്രം ഇറ്റ്. ഡൽഹിക്കാരൻ സുദേവ് ആണോ, അതോ മോഹൻദാസ് കോളേജിലെ ആ ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആണോ, അതോ IT കമ്പനിയിലെ സുദേവ് ആണോ, അതോ ഇപ്പോ RJ ആയിട്ടിരിക്കുന്ന സുദേവ് ആണോ സുദേവിന് ഇഷ്ടം? എനിക്ക് IT കമ്പനിയിലുള്ള സുദേവിന് ഒട്ടും ഇഷ്ടമില്ല, ആദ്യമേ പറയാം. കാരണം IT കമ്പനിയിൽ ഉണ്ടായിരുന്ന സുദേവ് വളരെയധികം ലോസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ലോസ്റ്റ് ഇൻ ദ സെൻസ്, ഒരു ഡയറക്ഷനും ഇല്ലാണ്ട് കുറെ തോൽവികൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴേ മനുഷ്യനൊന്ന് തളർന്നു പോകും. ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇഷ്ടപ്പെട്ട കമ്പനി പ്ലേസ്മെന്റ് കിട്ടി, പോകാൻ പറ്റില്ല. പേപ്പർ എഴുതിയെടുക്കാൻ നോക്കി, നടന്നില്ല. ഞാൻ 3 തവണയാണ് ആ പേപ്പർ എഴുതിയത്. 3ാമത്തെ തവണയാണ് ആ പേപ്പർ ക്ലിയർ ആയത്. ഇതിന്റെ ഇടയ്ക്ക് 2 തവണ എഴുതി, പക്ഷെ ക്ലിയർ ആയില്ല. വീട്ടുകാരുടെ സപ്പോർട്ട് ആഗ്രഹിച്ചു, കിട്ടുന്നില്ല. ആവശ്യമുള്ള രീതിയിൽ കിട്ടുന്നില്ല. അവർ ചെയ്തു, മോണിറ്ററി സപ്പോർട്ട് തന്നു, എല്ലാം ചെയ്തു, തെറ്റ് പറയുന്നില്ല. പക്ഷെ ചില സമയത്ത് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കാരണം അറിയാണ്ടാണെങ്കിലും നോവിച്ചു പോയിട്ടുണ്ട്. അത് വളരെയധികം ഹേർട്ട് ചെയ്യും. കാരണം ഒന്നാതെ തോറ്റു നിൽക്കുകയാണ്, അതും ഇതുവരെ തോറ്റിട്ടില്ല. കോളേജ് ലൈഫിൽ ഏറ്റവും വലിയ ഒരു ബ്ലാക്ക് മാർക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരുന്നു. അതുവരെ ഭയങ്കര കിടിലമായിട്ട് പൊക്കിക്കൊണ്ടിരുന്ന എന്റെ അക്കാഡമിക് റെക്കോർഡായിരുന്നു. ആ ഒറ്റ സെമസ്റ്റർ കാരണം വളരെയധികം ഞാൻ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് IT കമ്പനി ജോലി ചെയ്ത സുദേവ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ഡൽഹിയിലുള്ള സുദേവ്, ഇത് ഞാൻ പറയാൻ കാരണം ഈ 4 സുദേവിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഡൽഹിയിലുള്ള സുദേവ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഈ നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാളാണ്. കുഞ്ഞാടായിരുന്നു. കാരണം ഡൽഹി വളർന്നെങ്കിലും ഡൽഹിയിലെ പല വഴികൾ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ട്രിവാൻഡ്രം നന്നായിട്ട് അറിയാം, ഭയങ്കര നന്നായിട്ട് അറിയാം. ഒരിക്കൽ അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞിടാ എനിക്ക് സുമംഗലി ഓഡിറ്റോറിയം വരെ പോകണം, നീ കൂടെ വരും. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റും, ഞാൻ വഴി പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് വഴി പറഞ്ഞു കൊടുത്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു നിനക്ക് എങ്ങനെ അറിയാന്ന്. ഞാൻ 4 വർഷമായിട്ട് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്നെ പഠിക്കാനാണോ വിട്ട്, അത് കറങ്ങാനാണോ വിട്ട്? കോളേജിലുള്ള സുദേവാണ് എനിക്ക് ഇഷ്ടം. കാരണം കോളേജിലുണ്ടായിരുന്ന സുദേവിന് ഒരു ഓറ ഉണ്ട്, അതിന്റെ ഒരു പകർപ്പാണ് RJ സുദേവ്. കോളേജിലുണ്ടായിരുന്ന സുദേവ് ഒരു ഡിഫറെന്റ് ഇതായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, പുതിയൊരു സ്ഥലത്തോട്ട് വന്ന ഒരാളാണ്, പുതിയ ആൾക്കാരെ കാണാണ്, പരിചയപ്പെടുകയാണ്. അപ്പോ ഒരു ന്യൂ ബർത്ത് എന്ന് പറയാം. കാരണം 18 വയസ്സ് വരെ ഡൽഹിയിൽ നിന്നിട്ട് 18ാം വയസ്സിൽ നാട്ടിലോട്ട് വരുമ്പോൾ ആരെയും അറിഞ്ഞൂടാ, ആരെയും പരിചയമില്ല, പുതിയ സ്ഥലമാണ്. ട്രിവാൻഡ്രമാണ്, ഹോം പ്ലേസ് ആണ്, ഹോം ടൗൺ ആണ്. എന്നാലും കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാൻ, ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പോവുകയാണ്. അതും എഞ്ചിനീയറിംഗ് കോളേജ്. എഞ്ചിനീയറിംഗിനെ കുറിച്ച് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ട ഒരാളാണ് ഞാൻ. പക്ഷെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതൊരു ഡിഫറെന്റ് വൈബായിരുന്നു. ഈവൻ അതില് ഏറ്റവും വലിയൊരു കാരണം
അല്ലെങ്കിൽ ആ ഒരു ലൈഫ് കിടിലമാകാനുള്ള കാറ്റലിസ്റ്റുകൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ഒന്ന് എന്റെ കൂടെ പഠിച്ച ആൾക്കാർ, അവർ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ടീച്ചേഴ്സ് എന്റെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു കഴിവുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് ഫസ്റ്റ് ഇയറിൽ തന്നെ കോമ്പയറിങ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ കോളേജിന്റെ ടെക്നിക്കൽ ഫെസ്റ്റ് കോമ്പയർ ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി എല്ലാവരും ചെയ്യുന്നവരായിരിക്കും, ഷഹർക്കോയി കർത്താവ് കഴിച്ച്. പക്ഷെ സീനിയേഴ്സ് പറഞ്ഞ അങ്ങനെയല്ല, നമ്മുടെ ബാച്ചിലൊന്നും ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. സോ യു ഹാവ് സംതിങ് ഇൻ യു. ഓക്കെ ഫൈൻ. എനിക്കതൊരു മനസ്സിലായിട്ടില്ല. പക്ഷെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും സ്റ്റാഫും എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ഇപ്പൊ കാണുന്ന RJ സുദേവിലോട്ട് എത്തിയത്. അതുകൊണ്ട് കോളേജിൽ ഉണ്ടായിരുന്ന സുദേവ് ഇല്ലായിരുന്നെങ്കിൽ RJ സുദേവ് ഇല്ല. ദാറ്റ്സ് വൈ കോളേജിലുള്ള സുദേവാണ് ഇഷ്ടം. അപ്പൊ കോളേജിലുള്ള സുദേവ് RJ സുദേവായി. ഇനി അടുത്ത ഉണ്ടാവാൻ പോകുന്ന സുദേവ് എന്തായിരിക്കണം എന്ന പ്ലാനിങ് അല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ഇനിയിപ്പോ പാഷൻ എന്ന് നോക്കുമ്പോൾ എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ പാഷൻ എന്തായിരിക്കും? ഏറ്റവും വലിയൊരു പാഷൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ RJing ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിൽ അത്യാവശ്യം നല്ല ഒരു മാനേജറിയൽ പോസ്റ്റിലും പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കാം. കാരണം ആ ഒരു സ്കിൽ എൻ്റെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്കില്ല് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ സ്കില്ല് പാഴായി പോകരുതല്ലോ. ഇതും കൂടെ വേണം, ഇതും കൂടെ വേണം, രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ പറ്റും. കോളേജിൽ അതാണ് നടന്നത്. കോമ്പയറിംഗ് അതിന്റെ വഴി നടന്നു, ഓർഗനൈസേഷണൽ സ്കിൽസ് ആ വഴി നടന്നു. അതുകൊണ്ട് യൂണിയനിലുണ്ടായിരുന്നു, ഞാൻ കോളേജ് യൂണിയനിലുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായി ഓക്കെ ഐ കൻ ഡു ദിസ്. ചെറിയൊരു എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ട്, ഐ ജസ്റ്റ് നീഡ് ടു വർക്ക് ഓൺ ഇറ്റ്. അപ്പൊ ചില കാര്യങ്ങൾക്ക് എവിടെയൊക്കെ സ്പാർക്ക് ഉണ്ട്, അതിനോട് ഇത് കിട്ടിയാൽ മതി. പിന്നെ ഇനി അടുത്ത സുദേവ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പൊ ഉള്ള സുദേവിനേക്കാളും കുറച്ചും കൂടെ അറിവുള്ള, കുറച്ചും കൂടെ ജ്ഞാനമുള്ള, എംപത്തറ്റിക് ആയിട്ടുള്ള, ആൾക്കാരെ മനസ്സിലാക്കുന്ന നല്ലൊരു സുദേവ് ആകണമെന്നാണ് ആഗ്രഹം. നേരത്തെ മറക്കാനാവാത്ത ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു, അതായത് the person who asked you to go for the audition. ഇനി അറിയാനുള്ളത് സുദേവിന്റെ ഫാമിലി ആൻഡ് ദോസ് സ്പെഷ്യൽ ഫ്യൂ. ഇപ്പൊ എനിക്ക് എടുത്തു പറയുകയാണെങ്കിൽ ചില ടീച്ചേഴ്സിന്റെ കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ടീച്ചേഴ്സ് ഒരിക്കലും എന്റെ മനസ്സിൽ നിന്നും ആയില്ല എന്നുള്ള അത്ര സ്ട്രോങ് ആയിട്ടുള്ള ചില പേഴ്സണാലിറ്റീസ്. അവരാണ് ഒരുപക്ഷെ എന്റെ പല പാഷനും ഡ്രൈവ് ചെയ്തത്. അപ്പൊ എന്നെ പഠിപ്പിച്ച ആ ആൾക്കാർ എന്നെ പാഷൻ ഡ്രൈവ് ചെയ്ത് ഇന്നിവിടം വരെ എത്താൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വരാൻ അതുപോലെ സുദേവിന് ആരൊക്കെയായിരുന്നു? കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ചധികം ആൾക്കാരുണ്ട്. വീട്ടുകാർ ഒബ്വിയസ്ലി ഞാൻ പറയാം. കാരണം ഞാൻ ഇൻഡിപെൻഡന്റ് ആകണം, സ്ട്രോങ് ആകണം എന്ന് ആ ഒരു വാല്യൂസ് വീട്ടുകാരാണ് പഠിപ്പിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ അമ്മയാണ് താങ്ക്സ് പറയേണ്ടത്. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ സപ്പോർട്ട് വീൽസ് വെക്കുമല്ലോ. അപ്പൊ എന്റെ സൈക്കിളിൽ സപ്പോർട്ട് വീൽ ഊരി മാറ്റി ഓടിക്കട സൈക്കിൾ എന്ന് പറഞ്ഞ ആളാണ് എന്റെ. വീണാലും കുഴപ്പമില്ല, കരഞ്ഞാലും കുഴപ്പമില്ല, നീ സൈക്കിൾ ഓടിക്കുന്ന പറഞ്ഞാണ്. അപ്പൊ ഓടിച്ചു തുടങ്ങിയപ്പോ ചെറിയ പേടിയായിരുന്നു, വീഴുവോ. പക്ഷെ ആ സപ്പോർട്ട് ഇതില്ലാത്തതിന്റെ ഒരു പേടി കാരണം ഒന്ന് വീണു, രണ്ടാമത്തെ തവണ വീണു, മൂന്നാമത്തെ തവണ ബാലൻസ് കിട്ടി ഓടിച്ചു തുടങ്ങി. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ ഫൈൻ, ദിസ് ഇസ് ഗുഡ്. സൈക്കിൾ ഓടിക്കുന്നതിന്റെ ഇഷ്ടം അവിടെ നിന്ന് തുടങ്ങി. അപ്പോ ആ ഒരു ചെറിയ ആക്ട് ആണ്. അവിടെ മുതൽ അമ്മ എന്നെ ഇൻഡിപെൻഡന്റ് ആക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ചിന്താഗതി ആയാലും മോണിറ്ററി കാര്യമായാലും എന്റെ പേഴ്സണൽ കാര്യങ്ങളായാലും നീ ഇൻഡിപെൻഡന്റ് ആകുന്നതാണ് അമ്മ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മ കളിയാക്കും, മറ്റൊരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നവനാണ് നീ, നിനക്ക് നാണുണ്ടോ, എങ്ങനെ കുറച്ചും കൂടെ നന്നായിക്കൂടെന്നൊക്കെ ചോദിക്കും. പൊതുവെ തിരിച്ചപ്പെടുത്തിയായിരുന്നു ഓൾറെഡി. അല്ല വിളിച്ചു വരികയുള്ളൂ എന്നാണോ തീരുമാനിച്ചതാണോ? അല്ല, അതിൽ ഇൻഡിപെൻഡൻസ് ഇല്ല. അല്ല, ഇത് അമ്മ പറഞ്ഞത് ആരെ വേണോ കല്യാണം കഴിച്ചോ, എന്ത് വേണോ ചെയ്തോ, ഇങ്ങോട്ട് കൊണ്ടുവരരുത്, നിന്നെയും നിന്റെ അനിയനെയും നോക്കി എനിക്ക് മതിയായി. അവിടെ അത് തമാശയായിട്ടാണെങ്കിലും അതൊരു ലൈഫ് ലെസൺ ആണ്. കാരണം കല്യാണം കഴിഞ്ഞാൽ വീട്ടുകാരുടെ വീട്ടിൽ തന്നെ എല്ലാം നിൽക്കുന്നുണ്ടാവും. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്, ഫാമിലി ലൈഫിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഇതുവരെ ഫാമിലി ആയിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആകാൻ താല്പര്യമില്ല എനിക്ക്. അങ്ങനത്തെ ഒരു ഇതാണ്. ഈ റെസ്പോൺസിബിലിറ്റി കാണുമ്പോൾ നമ്മൾ മനുഷ്യൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു വരും, അയ്യോ ഫാമിലി ലൈഫ് എങ്ങനെയാണോ, സിംഗിൾ അതാണ് നല്ലത്. അമ്മ, അച്ഛൻ, റിലേറ്റീവ്സ് ഉണ്ട്. എന്റെ വല്യമ്മമാര് രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എസ്പെഷ്യലി ആറ്റിങ്ങിലുള്ള എന്റെ വല്യമ്മ ഉണ്ട്, മഞ്ജു വല്യമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്.
അമ്മ കഴിഞ്ഞ വല്യമ്മമാർ ആ രീതിയിലാണ്. പിന്നെ അച്ഛന്റെ കുറച്ച് ബന്ധുക്കളുണ്ട്. പേരെടുത്ത് പറയാൻ കുറെ ആൾക്കാരുണ്ട്, കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കോളേജിലോട്ട് വരികയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ സ്റ്റാഫ് അഡ്വൈസർ ഒരു ആനി ടീച്ചർ ഉണ്ട്. ഞാൻ ആനി അമ്മ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ കാരണം സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസർ ഞാനാണ്, അപ്പൊ നിങ്ങൾക്ക് അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെന്ന്. അപ്പൊ ഞാൻ പുറകേന്ന് ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് ബെഞ്ചിൽ പോയിരിക്കും. എന്നിട്ട് ആനിയമ്മോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ടീച്ചർ അമ്മ എന്ന് വിളിച്ചാൽ മതി. അപ്പൊ സെക്കൻഡ് ഇയർ തൊട്ട് തേർഡ് ഇയർ വരെ ആനി അമ്മേനെ ആനി അമ്മ എന്ന് വിളിച്ചിട്ടില്ല. ഫോർത്ത് ഇയർ ആയപ്പോഴാണ് ആ ഒരു സ്നേഹം കൂടി ആനി അമ്മ എന്ന് വിളിച്ചു തുടങ്ങി. ഞാൻ ഫൈനൽ ഇയർ ഇറങ്ങാറായപ്പോ എന്റെ ജൂനിയേഴ്സിന്റെ ജൂനിയേഴ്സ് എല്ലാവരും ആനി ടീച്ചറിനെ ആനിയമ്മ എന്ന് വിളിച്ചു തുടങ്ങി. ഇപ്പൊ ആര് ആനി ടീച്ചറിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആനിയമ്മ എന്നാണ്. ആനിയമ്മ ഒരാള്, എന്നെ പഠിപ്പിച്ച സ്റ്റാഫ് ആണെങ്കിൽ ഹസീന ടീച്ചർ ഉണ്ട്. എന്റെ ടീച്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്റെ ലൈഫിൽ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു തരുകയും, അതും കോളേജിലെ ടീച്ചറാണെങ്കിൽ എസ്പെഷ്യലി. കാരണം എനിക്ക് ഇടയ്ക്ക് ഒരു ടീച്ചറായിട്ട് ഞാൻ ചെറിയൊരു ഡിബേറ്റ് വന്നു. വളരെ അനാവശ്യമായ ഒരു കാര്യത്തിനായിരുന്നു. തെറ്റ് പറ്റിയത് എന്റെ ഭാഗത്താണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷന്റെ ഇതിൽ ഞാൻ കുറച്ച് പെരുമാറേണ്ട രീതിയിൽ ആ രീതിയിലല്ല പെരുമാറിയത്. കുറച്ച് റൂഡായിപ്പോയി. ഞാൻ ചെന്ന് സോറി പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് പറയാണ്, സുദേവേ, നീ എന്നുള്ളൊരു വ്യക്തിയെ നമുക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും നിന്റെ പേരിലും. അതൊരിക്കലും നീ ഇത് ചെയ്തരുത്. അപ്പോ ആ സ്നേഹത്തിന്റെ കൂടെ കുറെ റെസ്പോൺസിബിലിറ്റി അവർ തന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രാപ്തനാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഒരു മനുഷ്യനാകാൻ എങ്ങനെ ആകണം, അത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ എഞ്ചിനീയറിംഗിനെക്കാളും ഉപരി മനുഷ്യത്വമാണ് പഠിച്ചത്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നല്ല നല്ല കാര്യങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. കുറച്ചും കൂടെ എംപത്തറ്റിക് ആകാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിലുള്ള 33, 62 പേര് എല്ലാവരും എനിക്ക് ആഡ് ചെയ്യേണ്ടി വരും. അവരില്ലാണ്ട് സുദേവില്ല. അതാണ് റിയാലിറ്റി. കാരണം എന്റെ കോളേജിലെ പല സ്റ്റേജസിലും അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തതും, അവരാണ് എന്നെ പുഷ് ചെയ്തതും, അവരാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും. അപ്പോൾ എന്റെ ലൈഫിൽ ഫ്രണ്ട്സിന് കൊടുക്കുന്ന സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ് ആയിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ആരുടെങ്കിലും പേര് വിട്ടുപോയാൽ എന്നോട് ശരിയാണ്. കാരണം കുറച്ചധികം ആൾക്കാരുണ്ട്. ഇപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. വിഷ്ണുവിന്റെ പേര് പറയാൻ കാരണം രാത്രി 2:30 കഴക്കൂട്ടത്ത് നിന്ന് തമ്പാനൂര് വരെ നമ്മൾ താമസിക്കുന്ന ഏരിയയില് കഴക്കൂട്ടത്ത് പട്ടി ശല്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. പട്ടി ഓടിച്ചിട്ടും എന്നെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓഡീഷന് പോകാൻ വേണ്ടി കൊണ്ടുവിട്ട ആളാണ്. എന്റെ ടിക്കറ്റിനുള്ള പൈസയേ ഉള്ളൂ. അപ്പോ എനിക്ക് ദാഹിച്ചപ്പോ തിരിച്ചു പോയ പയ്യൻ ബുഹാരി ചെന്ന് ഷേക്ക് മേടിച്ച് നീ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു തന്നിട്ട് പോയതാണ്. അത് ചെറിയൊരു കാര്യമാണ്, പക്ഷെ ഇറ്റ് റിയലി മീൻസ് എ ലോട്ട്. എനിക്കത് ഭയങ്കര വലിയൊരു ജെസ്റ്ററാണ്. ഒരാൾ എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ സംതിങ് ബിഗ്. അപ്പൊ എനിക്ക് വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അനന്തും ഉണ്ട്, എന്റെ ഹോസ്റ്റലിൽ പഠിച്ച എന്റെ റൂംമേറ്റ്സ്, എന്റെ ക്ലാസ്മേറ്റ്സ്, എന്റെ കോഴ്സ് മേറ്റ്സ്, എന്റെ ജൂനിയേഴ്സ്. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അഫ്ന എന്ന് പറഞ്ഞ. അഫ്ന എന്നെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ കുറച്ച് സ്പെഷ്യൽ ആൾക്കാരുണ്ട്. ഇപ്പൊ അതുലേട്ടൻ ഞാൻ വിളിക്കും. അതുൽ എന്നാണ് പേര്. എന്നെക്കാളും ഒരു വയസ്സ് മൂത്താണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാൻ വേണ്ടി അതുലേട്ടാന്ന് വിളിക്കും. അതുലേട്ടനുണ്ട്, ഗൗതം ഉണ്ട്, ഭരത് ഉണ്ട്, കുറെ പേരുടെ പേരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊരു പുതിയ സെഗ്മെന്റ് തന്നെ തുടങ്ങാൻ പേര് വെച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടുത്തു പറയാൻ ഒരു ലിസണറുടെ പേര് അങ്ങനെയുണ്ടോ? ഒരാളുടെ പേരുണ്ട്, അനുമോൾ എന്നാണ് വാട്സാപ്പിൽ പേര് എഴുതി കാണിക്കുന്നത്. അപ്പോ എല്ലാ ലിസണേഴ്സിനെയും പൊതുവെ ഞാനാണ് ചിന്തിപ്പിക്കുന്നത്. ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും. പക്ഷെ ആ കുട്ടി തിരിച്ച് ഇങ്ങോട്ടാണ്. ഞാൻ ആ കുട്ടിയെ ചിന്തിപ്പിക്കുകയും ചെയ്യും. അനുമോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുട്ടി എന്നെ ഇങ്ങോട്ട്, അനുശ്രീ എന്നാണ് എനിക്ക് തോന്നുന്ന പേര്, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നതാണ്, അനുശ്രീ എന്നാണ് പേര്, എന്നെ ഇങ്ങോട്ട് ചിന്തിപ്പിക്കുകയും ചെയ്യും. ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, മെസ്സേജ് അയക്കും. ഇപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് ചോദിച്ചാണ്, വളരെ റാൻഡമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എന്തോ എവിടേക്കോ പിടിച്ചു നിർത്തുന്ന പോലെ തോന്നുന്നില്ലേ എന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി അങ്ങനെ തോന്നാൻ. ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ആരും എന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചില്ല. അപ്പോ ഞാൻ ചോദിച്ചു എന്തുപറ്റി അങ്ങനെ തോന്നാൻ. അതുകൊണ്ടല്ല എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു ആക്ച്വലി ആണ്, അതിന്റെ കാരണം എന്താണ് ആ കുട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു there can be plenty of reasons. You never know. Even if you know, you are not able to identify it. It can be your childhood scar or anything. ഇപ്പൊ നമ്മൾ ചെറുതായിരിക്കുമ്പോ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പണ്ട് ഭയങ്കര തടിയനായിരുന്നു. അപ്പൊ എന്നെ തടിയാ മൂട്ടെ ഗാൻഡേ ഭേസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോ എനിക്ക് പേടി, ഞാൻ ഇപ്പൊ വെയിറ്റ് പൊട്ടാൻ ചെയ്തൊരു പേടിയാണ്. ഓ മൈ ഗോഡ്, എന്റെ ആ ഒരു ഇത് മാറും, ആൾക്കാരെ വീണ്ടും എന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങും.
താനെ അത് കിക്കിനാവും. അപ്പൊ അങ്ങനെ പല ഫാക്ടേഴ്സ് ലൈഫിൽ വരും. അങ്ങനത്തെ ഒരു ടോപ്പിക് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കുട്ടി എന്റെ അടുത്ത് ചോദിച്ചത് എന്തോ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന പോലെ തോന്നില്ല. അതിനുശേഷം ഞാൻ ഈ കാര്യം പറഞ്ഞു, ചൈൽഡ്ഹുഡ് ട്രോമ ആവാം, ആവാതിരിക്കാം, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രപരമായിട്ട് പറഞ്ഞു. അപ്പൊ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെങ്കിലും തിങ്ക് അബൌട്ട് ഇറ്റ്, ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ മൈൻഡ്, ഓക്കെ, ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. എപ്പോ എനിക്ക് മെസ്സേജ് അയച്ചാലും ഈ ഒരു കാര്യം പറയും, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, സൂക്ഷിക്കുക. ഞാൻ വെള്ളം ചോദിക്കാറുണ്ട്, വെള്ളം കുടിച്ചോ, ശബ്ദം എന്തോ ഇടറിയ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ആകുന്ന പോലെ തോന്നുന്നു, വെള്ളം കുടിച്ചോ, റെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ ഒരു ലിസണർ കൂടെ ഉണ്ട്, അഞ്ജന എന്ന് പറഞ്ഞൊരു ലിസണർ ഉണ്ട്. ഞാൻ ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് കോൾഡ് ആയി. അപ്പൊ തന്നെ, അതായത് ഞാൻ ലൈവ് വരുന്നതിന് മുമ്പ്, മൈക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു സെറ്റ് തുമ്മിയതിനു ശേഷമാണ് മൈക്ക് ഓൺ ചെയ്തത്. ഞാൻ ഹലോ പറഞ്ഞതും ഒരു സൗണ്ട് മാറുമല്ലോ. എനിക്ക് മെസ്സേജസ് വന്നു തുടങ്ങി, അയ്യോ ഓക്കെ, ഇത് പറ്റി, കാര്യങ്ങൾ എന്താണ്. അതിൽ അഞ്ജന എന്ന് പറഞ്ഞൊരു കുട്ടി അന്ന് മെസ്സേജ് അയച്ചു, ചേട്ടാ ചൂടുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുക, ആവി പിടിക്കുക, ഒരു മരുന്ന് കഴിക്കുക. അടുത്ത ദിവസം രാവിലെ ആ കുട്ടിയുടെ മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു, ഇപ്പൊ ഓക്കെ ആയോ, റെഡി ആണോ, അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ഒരാളുടെ കൂടെ പേരും കൂടെ പറയാം, അഭിരാമി എന്ന് പറഞ്ഞൊരു ലിസണറാണ്. ഇവരെല്ലാം നൈറ്റ് ടൈം ഷോയില് വന്ന ആൾക്കാരാണ്. നൈറ്റ് ടൈം ഷോയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന, 1 മണി വരെ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാരാണ്. ഇനിയും ആൾക്കാരുണ്ട്, പേരുണ്ട്. ഇപ്പൊ സൗമ്യ എന്ന് പറഞ്ഞ പുതിയൊരാളുണ്ട്, ഒരു മാം ആണ്. അതേപോലെ തന്നെ അർജുൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പ്രവീൺ എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലത്തുന്നുണ്ട്. ഇവരൊക്കെ സ്ഥിരം രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതില് അഭിരാമി ഈ ഇടയ്ക്ക് വളരെയധികം എന്നെ സന്തോഷിപ്പിച്ചു. എന്റെ ഒരു പോർട്രേറ്റ് വരച്ച് എനിക്ക് ക്ലബ് എഫിന്റെ നമ്പറിലോട്ടൊന്ന് അയച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ ചേട്ടന് വേണ്ടി വരച്ചാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് വേണ്ടി ഒരു ചിത്രം വരയ്ക്കുന്നത്. എന്റെ ഒരു കൂട്ടുകാരിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വേണ്ടി എനിക്കൊരു ചിത്രം വരച്ച 5 വർഷമായി ഇതുവരെ വരച്ചിട്ടില്ല. അത് ചുമ്മാ. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ജസ്റ്റേഴ്സ് കാണുമ്പോഴാണ് ഈ ഒരു ജോലിയോടൊരു തോന്നുന്നു, ഓക്കെ, I'm doing something good. I'm able to make people happy. ഇവർ കുറച്ച് സ്പെഷ്യലാണ്. If you have to sum up your passion in a one single line, റേഡിയോ ചോക്കാകുമ്പോൾ ധൈര്യമായിട്ട് ചോദിക്കാം, അധികം ആലോചിക്കാൻ സമയം വേണ്ടല്ലോ. ഒരു വരിയിൽ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് സുദേവിന്റെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി? ഏത് സിനിമയിലെ ഡയലോഗാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ ഞാൻ പറയാം. ജിന്ദഗി ലംബി നഹീ ബാബു മോശായി, ബഡി ഹോനി ചാഹിയെ. ആണ്. और बड़ी जिंदगी कैसे हो सकती है? ജീവിതം എങ്ങനെ ബഡി അല്ലെങ്കിൽ ഗ്രേറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് ആക്കാൻ? വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താക്കാം. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാം, നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാരെ സന്തോഷിപ്പിക്കാം, ചിരിപ്പിക്കാം, ചിന്തിപ്പിക്കാം, അവരെ കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യം അവരെ കൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കാം. അതൊക്കെ മതി. എനിക്കതാണ് ഗ്രാൻഡ് തിങ്സ്. ലിറ്റിൽ തിങ്സ് മേക്ക് വേ ഫോർ ഗ്രാൻഡ് തിങ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കോട്ട് ഞാൻ എന്റെ ലൈഫിൽ വളരെയധികം ക്ലോസ് ആയിട്ട് വെക്കുന്ന ഒരു കോട്ടാണ്. പ്രണയത്തിലായ സമയത്ത്, വീണ സമയത്ത്, നമ്മൾ ഈ മാഡ്ലി ഇൻ ലവ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എല്ലാവരുടെയും ജീവിതത്തിൽ. ആ സമയത്ത് നമ്മൾ ഗേൾ ഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കോട്ട്സ് ഇങ്ങനെ തപ്പിപ്പിടിച്ചു, ഐ ഷുഡ് സെൻഡ് ദിസ് ടു ഹർ എന്ന രീതിയിൽ ഒരു കോട്ട് ഞാൻ കണ്ടുപിടിച്ച് അയച്ചു കൊടുത്താണ്. നോയിങ് ഹൗ ടു ടച്ച് ഹർ വിതൗട്ട് ടച്ചിങ് ഹർ റിയലി ടച്ചസ് ഹർ. ഇതൊരു ഭയങ്കര റൊമാൻറ്റിക് കോട്ടാണ്, പക്ഷെ ഇത് ഞാൻ എന്റെ റേഡിയോ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നോയിങ് ഹൗ ടു ടച്ച് ദം വിതൗട്ട് ടച്ചിങ് ദം റിയലി ടച്ചസ് ദം. അത് തന്നെയാണ് റേഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒരാളെയും ഫിസിക്കലി ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലൂടെയാണ് കാര്യങ്ങൾ വരുന്നത്, മനസ്സാണ് തൊടുന്നത്. അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും ലൈനിൽ ഞാൻ പറഞ്ഞത്, ജിന്ദഗി ലംബി നഹീ ബഡി ഹോനി ചാഹിയെ और छूना सीखो इंसान को बिना छुए. So I would say അടുത്ത വരുന്ന ആ സുദേവിന് may that Sudev be able to touch the heart and let that be a start. So I really wish you all the best for your future endeavors. എല്ലാം ആഗ്രഹിച്ചതിനേക്കാളും പ്ലാൻ ചെയ്തതിനേക്കാളും നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ. കാരണം നല്ലത് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഓവർ ദ കപ്പ് ഓഫ് ടീ ഈസ് ഓൾ അബൌട്ട് പാഷൻ ആൻഡ് പീപ്പിൾ ഹു ഫോളോ പാഷൻ. അതുകൊണ്ട് ഇനിയും പാഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് I would like to thank you for spending the time with us. Thank you very much. Thank you so much for giving me this opportunity. Thank you very much.